വൺ പീസ് മാസത്തിന്റെ മറ്റൊരു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി എപ്പിസോഡാണ്. നമ്മൾ ഹീറോയിൻസ് എഡിഷൻ ടൂർണമെന്റിന് പോയി 4ാം സ്ഥാനത്ത് വന്നുകൊണ്ട് നമുക്ക് 4 വിന്നർ ഡാഷ് പാക്സും അതിൻ്റെ ഒപ്പം തന്നെ 2 EBO3 പാക്കും പിന്നെ ഒരു നോർമൽ ടൂർണമെന്റ് പാക്കും കിട്ടിയേക്കുവാണ്. സോ നമുക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്യാം. നമുക്ക് ബൂസ്റ്റർ പാക്സ് ലാസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതിന് മുന്നേ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. സോ ഈ വട്ടം നമ്മൾ 4ാം സ്ഥാനത്ത് വന്ന കാരണം നമുക്ക് ഒരു 1K ഡാഷ് പാക്ക്, 3rd ആനിവേഴ്സറി 2K ഡാഷ് പാക്ക്, അത് സെയിം സാധനം തന്നെ നമുക്ക് ഒരെണ്ണം കിട്ടി. പിന്നെ ഇതുവരെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരിങ് ഓൺ ഹിസ് വീൽ OP30ൻ്റെ 3rd ആനിവേഴ്സറി 3 ബ്രദേഴ്സിൻ്റെ 2 കാർഡ് പെർ പാക്ക് ഡാഷ് പാക്സ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്യാം. സോ ഇതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു ചാനലിൽ കൂട്ടൊക്കെ നമ്മളിവിടെ ടൂർണമെൻറ്റ്സ് പോയി. അപ്പം ഇവിടുത്തെ ടൂർണമെൻറ്റ് അത്യാവശ്യം ആണ് കിട്ടിയത്. ബട്ട് നമ്മൾ ഫസ്റ്റ് പ്രൈസ് വരാത്ത കാരണം നമുക്കത് കിട്ടിയില്ല. ഇപ്പോൾ രണ്ട് കാർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. ആൻഡ് ഇറ്റ്സ് നൈസ് മങ്കി ഡി ലൂഫിയുടെ ഓൾ കളേഴ്സ് വരുന്ന ഒരു കിഡിലും റെയിൻബോ ലീഡർ കാർഡ്. ഇത് നമുക്കങ്ങനെ ഇത് ടൂർണമെന്റ്സിന് മാത്രം കിട്ടുന്ന റെയിൻബോ ലീഡർ കാർഡാണ്. അതിൻ്റെ ബാക്കിൽ അടിപൊളി ഏസിൻ്റെ ഒരു കിഡ് 3rd ആനിവേഴ്സറി പ്രിന്റ് വരുന്ന കിഡിലും കാർഡ്. ഒരു രക്ഷയില്ല. 3rd ആനിവേഴ്സറി പ്രിന്റ് വരുന്ന സൂപ്പർ കാർഡ്. സോ ടൂർണമെന്റ്സ് വിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഇടിവെട്ട് കാർഡ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അടിപൊളി. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് 2ാമത്തെ പാക്ക് ഓപ്പൺ ചെയ്യാം. സോ ഐ എം റിയലി എക്സൈറ്റഡ്. ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ കൂടെ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാനും. ഓക്കെ, നമുക്കിനി ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് കോവാലയുടെ ഒരു OP30 റെയർ കാർഡ്, അതിൻ്റെ ബാക്കിലായിട്ട് ഫോസയുടെ ഒരു 3rd ആനിവേഴ്സറി പ്രിന്റ് വരുന്ന ഒരു കാർഡ്. ഇതിലും 3rd ആനിവേഴ്സറി പ്രിന്റ് വരുന്നുണ്ട്. സോ ഇത് 2 നോർമൽ കാർഡ്സ് അല്ല, ഇതിലെല്ലാം 3rd ആനിവേഴ്സറി എംബോയ്ഡറി ആയിട്ടുള്ള കാർഡ്സ് ആണ്. നൈസ് നൈസ് നൈസ്. ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടേ ഇല്ല. അടിപൊളി എല്ലാം കിട്ടില്ല. നൈസ്. ഇനി നമുക്ക് ഈ പാക്ക് ഓപ്പൺ ചെയ്താൽ എന്താണ് നോക്കാം. എന്തായാലും പക്ക വെർത്തായിരുന്നു. ഞാൻ ആ ടൂർണമെൻറ്റിന് വേണ്ടി നാട്ടിലത്തെ 1500 രൂപയാണ് മുടക്കിയത്. ബട്ട് എനിക്ക് റിട്ടേൺ ആയിട്ട് ജയിച്ചത് കാരണം കിട്ടിയ കാർഡ്സ് എല്ലാം അത്യാവശ്യം വാല്യൂബിൾ ആണെന്ന് തോന്നുന്നു. പിന്നെയും നമുക്ക് യോർക്കിൻ്റെ ഒരു 3rd ആനിവേഴ്സറി കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ സെയിൻ ഷാൽറിയുടെ 3rd ആനിവേഴ്സറി കാർഡ്. സോ നമുക്ക് ഈ പാക്കിൽ നിന്ന് കിട്ടുന്ന എല്ലാം 3rd ആനിവേഴ്സറി എന്നുള്ള ഈ പ്രിന്റ് വരുന്ന കാർഡ്സ് ആണ്. സോ ഇറ്റ്സ് ആക്ച്വലി റിയലി നൈസ്. ഏതാണ് വിച്ച് കാർഡ് ഈസ് ഇറ്റ്? നൈസ്. ഇത് നോർമൽ തുസൂരുവിൻ്റെ നേവി നോർമൽ കാർഡ്. ഇതിനകത്ത് പ്രിന്റ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, പ്രിന്റ് ഒന്നും ഇല്ല. ഓക്കെ, നൈസ്. നമുക്ക് കിട്ടിയ ഡാഷ് പാക്സ് എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്തു. ഡാഷ് പാക്സ് നമുക്ക് കിട്ടിയേക്കുന്നത് ഫസ്റ്റ് ഈ 3rd ആനിവേഴ്സറി ഏസിൻ്റെ കിഡിലും കാർഡ്. ഒരു രക്ഷയില്ല. അതിൻ്റെ ബാക്കിലായിട്ട് യോർക്കിൻ്റെ 3rd ആനിവേഴ്സറി പ്രിന്റ് വരുന്ന കാർഡ്, പിന്നെ സെയിൻ ഷാൽറിയുടെ 3rd ആനിവേഴ്സറി പ്രിന്റ് വരുന്ന കാർഡ്, കോവാലയുടെ 3rd ആനിവേഴ്സറി പ്രിന്റ് വരുന്ന കാർഡ്, പിന്നെ ഫോസയുടെ 3rd ആനിവേഴ്സറി പ്രിന്റ് വരുന്ന കാർഡ്. ഇനി നമുക്ക് 2 ബൂസ്റ്റർ പാക്ക് ഓപ്പൺ ചെയ്യാറുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഈ 2 ബൂസ്റ്റർ പാക്ക് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.